സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരചിത്രം വ്യക്തമായി. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ്, വിശദാംശങ്ങൾ. ഉന്മേഷ്, അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മത്സരചിത്രം തെളിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ കൃത്യത വന്നിരിക്കുന്നു. ഇന്നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. ഇന്നായിരുന്നു 3 മണിക്കാണ് ആ സമയപരിധി അവസാനിച്ചത്. അതിനുശേഷമുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം 194 ഇതിലേറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലാണ്. 14 സ്ഥാനാർത്ഥികളാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരരംഗത്തുള്ളത്. തൊട്ടുപുറകെ കോഴിക്കോട് 13 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. കണ്ണൂർ, കൊല്ലം, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളിൽ 12 സ്ഥാനാർത്ഥികൾ വീതം മത്സരരംഗത്തുണ്ട്. ഇന്ന് 10 നാമനിർദ്ദേശ പത്രികകളാണ് പിൻവലിച്ചത്. ഇതിൽ ആദ്യം, അതായത് നാമനിർദ്ദേശ പത്രികകൾ സംസ്ഥാനത്ത് ആകെ ലഭിച്ചത് 290 നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്. അല്ലെങ്കിൽ 290 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. അതിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 86 പത്രികകൾ തള്ളിയിരുന്നു. അതിനുശേഷമാണ് 10 പേർ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുന്നത് കൂടി ചെയ്യുന്നത്. അങ്ങനെ 96 നാമനിർദ്ദേശ പത്രികകൾ അസാധുവായിരിക്കുന്നു. 194 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു. മറ്റു കണക്കുകൾ കൂടിയുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിൽ 9 ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.